ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി കുറച്ച് ഒരു 250 ഗ്രാം മേലെ ചിക്കൻ ഉണ്ടാവും, 1 കപ്പ് ഇടിയപ്പപ്പൊടി, ഒരു ക്യാരറ്റ്. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ലേശം ചിക്കൻ വേവാനുള്ള വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേകാൻ അത് ആവശ്യമായി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഇതൊന്ന് വേവാൻ മൂടി വെച്ച് കൊടുക്കണം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ഇടിയപ്പ പൊടിക്ക് 1.5 കപ്പ് വെള്ളം. 1 കപ്പ് ഒരു കപ്പും കൂടി തന്നെ ഒഴിക്കുന്നുണ്ട്. ഇനി വെള്ളം കുറഞ്ഞു പോകണ്ടല്ലോ. കുറച്ച് വെള്ളം ഇത്തിരി നന്നായിട്ടാവുമ്പോൾ ഇത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇത്തിരി ഹാർഡായിട്ട് കിട്ടുമേ. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതേട്ടോ, അതിൻ്റെ തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. ഇനി മിക്സിയിലിട്ട് അരയ്ക്കാൻ പാകത്തിന്. കട്ട് ചെയ്ത് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ക്യാരറ്റ് പേസ്റ്റ് പോലെ അരച്ചിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു അരമുറി തേങ്ങൻ്റെ പകുതി കട്ട് ചെയ്താണ് മിക്സിയിലിട്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെ അരയ്ക്കണമെന്നില്ല, അത്ര മതിയാവും. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൽ കറക്റ്റാണ് ഉപ്പ്. ഇനി ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഈ അരിപ്പൊടി ഇതിലോട്ട് നമുക്ക് കൊട്ടിക്കൊടുക്കാം. തിളച്ച് വന്നെങ്കിൽ മാത്രമേ കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, 2 കപ്പ് എടുക്കുമ്പോൾ തന്നെ നന്നായി കറക്റ്റായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തിരി ഹാർഡായിപ്പോൾ ഇതാവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 2 കപ്പ് വെള്ളം എടുക്കുന്നത് കേട്ടോ. പിന്നെ ചിലപ്പോൾ ഓരോരോ അരിപ്പൊടികളിലൊക്കെ ചില വ്യത്യാസം വരും. ഗോതമ്പ് പൊടിയാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും. ഇതിങ്ങനെ മതിയാവും. നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ചൂടാറിയിട്ട് കുഴച്ചാലും അത്ര നന്നായിരിക്കില്ല. അത്ര ചൂടോട് തന്നെ കുഴച്ചു കേട്ടോ. പറയാനൊന്നും വാക്കുകൾ വരുന്നുണ്ട്. ഇതാട്ടോ, നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മതിയാവും. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് ഞാൻ കുഴച്ചത് 2 പാത്രത്തിലാക്കി കുഴച്ചതാണ്. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം മുഴുവനായിട്ടുള്ള കുരുമുളക് ചതച്ചെടുക്കാം. ചിക്കൻ ആറിയിട്ട് അതിൻ്റെ എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിക്കണം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഇതാ 2 മീഡിയം സൈസ് സവാള. ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. മൂന്ന് പച്ചമുളക്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ. ലേശം മല്ലിയില, കറിവേപ്പില, തക്കാളി ഇട്ട് കൊടുക്കാം. ലേശം കുരുമുളക് ഇട്ട് കൊടുക്കാം. എരിവ് പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. എല്ലാം കൂടി എരിവ് ഒരുപാട് ചിലപ്പോൾ ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള എരിവ് മതി കേട്ടോ, ഇട്ടാൽ മതി കേട്ടോ. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലൊരു ലേശം നെയ്യ് തടവി കൊടുക്കണം. എല്ലായിടത്തും ആക്കണം. ഇതാ നമുക്ക് ഈ മാവ് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇവിടെ ഒന്ന് പരത്തി കൊടുക്കണം. ഇതുപോലെ ഒരേപോലെ നമുക്ക് പരത്തി കൊടുക്കണം. ഇതാ എല്ലാവിടെയും പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫില്ലിങ് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇതങ്ങനെ എല്ലാവിടെയും നിരത്തി കൊടുക്കണം. അത് ഫുള്ളായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അതിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതങ്ങനെ എല്ലാവരുടെയും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു ഇഡ്ഡലി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഈ പാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ഇപ്പോൾ നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആറട്ടെ. നമ്മളത് 2-3 മണിക്കൂർ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ആറിയാൽ മാത്രമേ എടുത്താൽ കിട്ടുള്ളൂ. കൂട്ടി ഇത് എടുക്കാം. കേട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായി ആറിയാൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹെൽത്തിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ